മാർക്കറ്റ് അനലൈസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്, ഇതിൻ്റെ മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു. ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാമല്ലോ, ഒരു നല്ലൊരു റിജക്ഷൻ ആണ് അവിടെ നിന്ന് ഉണ്ടായത്. അപ്പോൾ അവിടെ നിന്ന് റിവേഴ്സൽ സംഭവിച്ചു. നമ്മൾ രണ്ടാമത് പറഞ്ഞ ഫസ്റ്റ് ടാർഗറ്റും, അതായത് ഇത് ബ്രേക്ക് ചെയ്തു ഫസ്റ്റ് ടാർഗറ്റും, അതിന് സെക്കൻഡ് ടാർഗറ്റ് പറഞ്ഞത് 800 റേഞ്ച് ആയിരുന്നു. പക്ഷെ നമുക്ക് 800 വന്നില്ല, 811 പറഞ്ഞ റേഞ്ച് വരെ വന്നിട്ട് വീണ്ടും തിരിച്ചു പോകാണ് ഉണ്ടായത്. ഇതുവഴി എൻട്രി എടുക്കാതെ അവിടുത്തെ ക്യാൻഡിൽസിൻ്റെ ഒരു പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് എടുക്കുക. നമ്മൾ പറയുന്നത് റെസിസ്റ്റൻസ് ലെവലാണ്. റെസിസ്റ്റൻസ് ലെവലിൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പ് സൈഡിലേക്ക് എന്നാണ് പറഞ്ഞത്. ഇന്നലെ നമ്മൾ പറഞ്ഞ പോലത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നോക്കി നോക്കുക, ഇന്നലെ ഈ ഒരു ക്യാൻഡിലിൻ്റെ മുകളിൽ ഈ ഒരു ക്യാൻഡിൽ നോക്കിയ സ്ട്രോങ് ബൈയിങ് ക്യാൻഡിലാണ് അല്ലേ. അതിനുശേഷം ഒരു മൂവ്മെൻ്റ് ആയിരുന്നു കിട്ടിയത്. ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവിച്ചത്. നമ്മുടെ നോക്കി അവിടെ നിന്ന് നല്ലൊരു റിജക്ഷൻ ക്യാൻഡിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ട്രേഡ് നോക്കി എടുക്കാൻ നോക്കുക. ഇനി നമുക്ക് നാളത്തെ ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു മാറ്റങ്ങൾ വരുത്തി നമ്മളിത് നാളത്തെ ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ പറഞ്ഞ ഒരു 26,000 മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനിയൊരു മൂവ്മെൻറ്റും നല്ലൊരു സ്ട്രോങ് ക്യാൻഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്കൊരു 26,93 ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ് 145 എന്ന് പറഞ്ഞ റേഞ്ച് വരെയൊക്കെ നമുക്ക് ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. ഇനി ഡൗൺ സൈഡിലേക്ക് നിങ്ങൾ എന്താണെങ്കിലും ഈ ഒരു ലെവൽ, അതായത് 25,737 ശേഷം മാത്രം ഡൗൺ സൈഡിലേക്ക് നോക്കിയാൽ മതി. ഡൗൺ സൈഡിലേക്ക് എൻട്രീസ് കേട്ടോ. ഇനി അതല്ല, ഇവിടെ നിന്ന് ഒരു ചെറിയ സ്കാൽപ്പിംഗ് എന്ന രീതിയിൽ ഇതൊരു ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 25,800 ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്കാൽപ്പിംഗ് എന്ന രീതിയിലൊക്കെ നമുക്കൊരു 25,744 വരെയൊക്കെ നമുക്ക് പിടിക്കാം. അതല്ല, ഇവിടുന്ന് റിവേഴ്സിൽ ഈ റേഞ്ചിൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് റിവേഴ്സിൽ പ്രതീക്ഷിക്കാം. അപ്പ് സൈഡിലേക്ക് തന്നെ പോകാൻ ചാൻസ് കൂടുതൽ. ഇനി അതല്ല, നാളെ 26,000 മുകളിലൊരു സ്ട്രോങ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻട്രി അപ്പ് സൈഡിലേക്ക് എടുക്കാവുന്നതാണ്. ഈ റേഞ്ച് നിങ്ങൾ നോ ട്രേഡ് സോൺ ആയിട്ട് എടുക്കുക. ഇവിടെ നോ ട്രേഡ് സോൺ പറഞ്ഞാൽ സ്കാൽപ്പിംഗ് ഒക്കെ നടക്കും, പക്ഷേ നമുക്കൊരു നല്ലൊരു ഡയറക്ഷൻ ട്രേഡിംഗ് നിന്നും ഈ റേഞ്ചിൽ നമുക്ക് പ്രതീക്ഷിക്കേണ്ട കേട്ടോ. അപ്പോൾ ഓക്കെ, ഇതാണ് നാളത്തെ ട്രേഡ്. നാളത്തെ ട്രേഡ് പറയുമ്പോൾ 29/10/2025. ഓക്കെ, ഇനി നമുക്ക് നേരെ ഭാരതി എയർടെലിലേക്ക് നോക്കി നോക്കാം. ഇനി ഭാരതി എയർടെൽ എന്തായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഈ ഒരു ലെവലിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ക്ലോസ് കിട്ടിയിട്ടില്ല, ഇവിടുന്ന് റിജക്ഷൻ ചെയ്തു, നമ്മൾ താഴത്തേക്ക് ഒരു നല്ല ട്രേഡ് വന്നു. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 2065 റേഞ്ചിൽ നിന്ന് നമുക്ക് റിവേഴ്സിൽ കിട്ടാം. ടാർഗറ്റായിട്ട് 94 എന്ന് പറഞ്ഞ റേഞ്ചൊക്കെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിതാ ഈ ഒരു ലിക്വിഡിറ്റി നമുക്കിതാ ഈ ഭാഗത്തുള്ള ലിക്വിഡിറ്റി ഫുള്ള് കളക്ട് ചെയ്തതിന് ശേഷം ഇവിടുന്ന് റിവേഴ്സിൽ കിട്ടി നമ്മുടെ ടാർഗറ്റ് എത്തുകയാണ് ഉണ്ടായിട്ടോ. 2094 എന്ന് പറഞ്ഞ റേഞ്ച്. ഇതായിരുന്നു നമുക്ക് ഇന്നലെ അനലൈസ് ചെയ്തതിൽ ഇന്ന് സംഭവിച്ചത്. അപ്പോൾ ഇനി നമുക്ക് നാളേക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കി നോക്കാം. ഭാരതി എയർടെൽ നല്ല രീതിയിലൊരു മൂവ്മെൻ്റ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട്. അപ്പോൾ ഇനി നാളെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2100 മുകളിൽ സ്ട്രോങ് 50 മിനിറ്റ് ക്യാൻഡിലെങ്കിലും ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലൊരു അപ്പ് സൈഡിലേക്ക് മൂവ്മെൻറ്റും കിട്ടും. നല്ല രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ലോ ആയിരിക്കും മൂവ്മെൻറ്റും. ഇനി ഇതൊരു ഫേക്ക് മൂവ്മെൻ്റ് തന്നിട്ട് നമുക്ക് താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2100 ശേഷം താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 2078 വരെയൊക്കെ നമുക്ക് ടാർഗറ്റായിട്ട് വയ്ക്കാം. ഇനി 2078 താഴെ നല്ലൊരു സ്ട്രോങ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2065 ഫസ്റ്റ് ടാർഗറ്റും അത് കഴിഞ്ഞ് നല്ലൊരു മൂവ്മെൻ്റാണ് നമുക്ക് താഴത്തേക്കുള്ളത് കേട്ടോ. ഏകദേശം 2030 വരെയൊക്കെ ഒരു സ്പേസ് കിടക്കുന്നുണ്ട്. ഒരുപാട് പെൻഡിങ് ഓർഡേഴ്സ് താഴെ കിടക്കുന്നുണ്ട്. നമുക്ക് നോക്കാം, കാരണം നമ്മുടെ സ്റ്റോക്ക് നല്ലൊരു പോസിറ്റീവാണ്. അതുകൊണ്ട് അപ്പ് സൈഡിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് നിങ്ങൾ ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാൽ മതി മാക്സിമം. അപ്പോൾ ഇതാണ്, ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.